നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ടാക്സ് കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഇനിയുള്ള പ്രോബ്ലത്തിൽ ടാക്സ് എമൗണ്ട് കണ്ടെത്തണം. ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ട നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് വരെ നമ്മൾ ടോട്ടലിംഗും കാൽക്കുലേഷനാണ് ചെയ്തിട്ടുള്ളൂ. ഇനി ടാക്സ് കാൽക്കുലേഷനും കൂടി വരുന്ന പ്രോബ്ലംസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ സ്ലാബ് റേറ്റ് വെച്ചിട്ട് എത്രയാണ് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ട ടാക്സ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ ബൈ മിസ്റ്റർ എ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ? ഹലോ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ ബൈ മിസ്റ്റർ എ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 ആണ്. 2024-25 അസസ്മെൻറ്റ് ഇയറിലെ ഇയാളുടെ എന്താണ് കാണാൻ പറഞ്ഞത്? ടാക്സ് പേയബിൾ ആണ്. ടോട്ടലിംഗ് അല്ല പറഞ്ഞത്, ടാക്സ് പേയബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടലിംഗും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ടോട്ടലിംഗും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ പറയുന്ന ടാക്സ് പേയബിൾ എമൗണ്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ദെൻ നോക്കാം നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. ഒരു ഫസ്റ്റ് സാലറി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 50,000 പെർ മന്ത് ആണ്. ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട്, 2 lakh rupees ആണ്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നിട്ടുണ്ട്, 1,60,000 ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, ദെൻ 20,000 ആണ്. അറിയാലോ, സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് സാലറി വരിക. പിന്നെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് എന്ന് പറയുന്ന ഹെഡിലായിരിക്കും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി HCP എന്ന് പറയുന്ന ഹെഡിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതർ സോഴ്സിലെ ഇൻകം ആണ് അല്ലേ? അതർ സോഴ്സിലെ ഇൻകം ആണ്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 50,000, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് 75,000. ഓക്കെ, ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, പേ ചെയ്തതുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഇതെന്തിനുള്ള പ്രൊവിഷനാണ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇതെന്തിനാണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് പറഞ്ഞിട്ട് ഇവിടെ ഒരു എമൗണ്ട് തന്നത്? യെസ്, ATC പ്രകാരമുള്ള ഡിഡക്ഷൻസിനുള്ള ഒരു പ്രൊവിഷനാണ്. ദെൻ കോൺട്രിബ്യൂഷൻ ടു RPF, ദാറ്റ് മീൻസ് എംപ്ലോയി റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ പറഞ്ഞ പോലെ തന്നെ ATC പ്രകാരമുള്ള പ്രൊവിഷനാണ്. ATC പ്രകാരമുള്ള ഡിഡക്ഷൻസിനുള്ള പ്രൊവിഷനാണ് കേട്ടോ. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ടു NSC ആണ്. NSC എന്ന് പറഞ്ഞ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആണ്. ഇതും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിഡക്ഷൻസിനുള്ള ഒരു പ്രൊവിഷനാണ്. ഓക്കെ, 10,000 rupees ആണ്. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക് മിസ്റ്റർ എസ് ലൈഫ് 30,000 ആണ്. അതായത് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തിനുള്ള പ്രൊവിഷനാണ്? ഒരു ഡിഡക്ഷൻസിനുള്ള പ്രൊവിഷനാണ്. ഏതാണ് ഡിഡക്ഷൻ എന്ന് ഓർമ്മ ഉണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്താൽ അല്ലേ? ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. 30,000 ഏതാണെന്നുള്ളത് പറയാം, പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതുപയോഗിച്ചിട്ട് ടാക്സ് എമൗണ്ട് കണ്ടെത്താനാണ്. ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ടോട്ടലിംഗം കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടലിംഗം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമേ ടാക്സ് എമൗണ്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്കറിയാം, നമ്മളുടെ ഓർഡർ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് തുടങ്ങുക? ഇൻകം ഫ്രം സാലറി ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് സാലറി എന്ന് പറയുന്ന ഹെഡിലുള്ള ഇൻകംസ് എഴുതുക അല്ലേ? സാലറി എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ നമുക്ക് 6 lakh rupees ആണ് വരിക. ക്വസ്റ്റ്യനിൽ 50,000 ആണ്. അപ്പോൾ 50,000 × 12 ചെയ്താൽ നമുക്ക് 6 lakh rupees വരും. ദെൻ അതിന് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് മൈനസ് ചെയ്യാം. 50,000 rupees നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ എല്ലാവർക്കും കുറക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ അയാളുടെ സാലറി ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാൽ 5,50,000 ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യും. പിന്നെ ഇൻകം ഫ്രം HCP ആണ്. ഇൻകം ഫ്രം HCP എന്ന് ഡയറക്റ്റ് തന്നുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നേരെ ഔട്ടർ കോളത്തിലോട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി. 1,60,000 ആണ്. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട്. ഇൻകം ഫ്രം ബിസിനസ്സിലും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നേരിട്ട് ഔട്ടർ കോളത്തിലോട്ട് എടുത്ത് എഴുതി വെക്കുക. ഇവിടെ ഈ പറഞ്ഞ ഇൻകം ഫ്രം HCP എന്ന് പറഞ്ഞിട്ട് താഴെ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് തരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്തിട്ട് നമുക്കിവിടെ ഔട്ടർ കോളത്തിലോട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ആനുവൽ വാല്യൂ അല്ല തന്നത്, നമുക്കിവിടെ ഇൻകം ഫ്രം HCP ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. സോ അതുകൊണ്ട് റെൻ്റൽ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് ഹൗസ് പ്രോപ്പർട്ടിയിലെ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മൈനസ് ചെയ്തതിന് ശേഷമേ ഔട്ടർ കോളത്തിലോട്ട് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ
75,000ഉം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 50,000ഉം രണ്ടും പാടെ ആഡ് ചെയ്ത 1,25,000 ആണ് ഔട്ടർ കോളത്തിലുള്ളത്. ദെൻ അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സ്, അപ്പോൾ ക്യാപിറ്റൽ ഗെയിന് 1,25,000 ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് അതിൽ ഒരു ഇൻകം ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അല്ലേ, അയാൾ ഏതൊക്കെയോ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസിന് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഇൻകം ഈസ് എ അതർ സോഴ്സ് ഇൻകം ആണ്. ഓക്കെ, അത് നമ്മൾ നേരെ ഔട്ടർ കോളത്തിലോട്ട് എഴുതി, വേറെ ഇൻകംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 20,000 എഴുതി. ഇങ്ങനെ ഈ പറയുന്ന ഔട്ടർ കോളത്തിലുള്ള ഈ ഒരു എമൗണ്ടുകൾ, ദാറ്റ് മീൻസ് 5,50,000, 1,60,000, 2,00,000, 1,25,000, 20,000 ഇതെല്ലാം പാടെ ആഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഗ്രോസ് ടോട്ടലിംഗ് കിട്ടി. 10,55,000 ആണ് ഇയാളുടെ ഗ്രോസ് ടോട്ടലിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇനി അറിയാം, നമുക്ക് ഗ്രോസ് ടോട്ടലിംഗത്തിന് നമുക്ക് ടോട്ടലിംഗ് ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 80C മുതൽ 80U വരെയുള്ള ഡിറക്ഷൻസ് ഏതെങ്കിലും ഈ പറയുന്ന അസസിക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ചാൽ മതി. അല്ലേ, നമുക്കിവിടെ രണ്ട് പ്രൊവിഷൻസ് ആണുള്ളത്. 80Cക്കുള്ള രണ്ട് പ്രൊവിഷൻസ്, ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ RPFലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഓക്കെ, 12,000. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്, പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ 10,000 നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻസ് കിട്ടും. അതുപോലെ NSC നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, നോട്ട് ചെയ്ത് വെച്ചോ, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്ന, അല്ലേ, അങ്ങനെ വല്ല ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതും 80C പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന 3 എമൗണ്ട്, ദാറ്റ് മീൻസ് 10,000, 12,000, 10,000, ഈ 3 എമൗണ്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇവിടെ 32,000, 32,000. ഇത് മൂന്നും പാടെ ആഡ് ചെയ്താൽ ഇത് മൂന്നും 80C പ്രകാരമുള്ള ഡിഡക്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പിന്നെ വേറെ ഉള്ളത് D ആണ്. അല്ലേ, D നമ്മൾ പഠിച്ചിട്ടുണ്ട്. D എന്ന് പറഞ്ഞാൽ എന്താണ്, മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്താലാണ്. മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഇയാൾ ചെക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ എ, ഇയാളുടെ പേര് തന്നെയാണ് ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുള്ളത്. 30,000 ആണ്. ദെൻ നമുക്കത് കുറക്കാം, അല്ലേ, മാക്സിമം 25,000 നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് 25,000 ആണ് അയാൾക്ക് കുറക്കാൻ പറ്റുള്ളൂ. ഇനി അയാളുടെ പാരൻസിന് വേണ്ടി വേറെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 25,000 കൂടി കിട്ടും. ഇനി പാരൻസ് ഈ പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എക്സ്ട്രാ, അല്ലേ, 50,000 വരെ കിട്ടുന്നുണ്ട്. ആ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ ഡിഡക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഡിഡക്ഷൻസിൻ്റെ സ്ലൈഡ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല തോന്നുന്നു, അത് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ടോട്ടൽ ഇയാൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ കിട്ടുന്നത് 32,000, 75,000, ടോട്ടലി 57,000 രൂപയുടെ ഡിഡക്ഷൻസ് അയാൾക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇയാളുടെ ഗ്രോസ് ടോട്ടലിംഗത്തിൽ നിന്ന് അയാൾക്ക് ഈ 10,55,000 57,000 രൂപ അയാൾക്ക് ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം കിട്ടും. ദാറ്റ് മീൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെ ടോട്ടൽ ഇൻകം ആയിട്ട് 9,98,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം കിട്ടി, അല്ലേ, ടോട്ടൽ ഇൻകം കിട്ടി. ക്വസ്റ്റനിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനല്ല, ക്വസ്റ്റനിൽ പറഞ്ഞത് കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ ആണ്, എത്രയാണ് അടയ്ക്കേണ്ട ടാക്സ് ആണ് കണ്ടെത്തേണ്ടത്. ഇതിനിവിടെ ടാക്സ് കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക, നമ്മൾ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ പറഞ്ഞ ഇൻകത്തിലെ എല്ലാം നമുക്ക് ഈ സ്ലാബ് റേറ്റ് വെച്ചിട്ടല്ല ടാക്സ് കാണാം. ഓക്കെ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും, ഏതൊക്കെയോ സ്പെഷ്യൽ റേറ്റുകൾ വെച്ചിട്ടാണ് ടാക്സ് കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? ഏതൊക്കെയാണ് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ? സ്ലാബ് റേറ്റ് അല്ലാതെ വേറെ സ്പെഷ്യൽ റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണേണ്ട ഏതൊക്കെ ഇൻകം? 15%, 10%, അങ്ങനെയല്ലേ? അതായത് ക്യാപിറ്റൽ ഗെയിനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 20% ടാക്സ് ആണ്. ഓക്കെ, അല്ലാതെ സ്ലാബ് റേറ്റിലല്ല ടാക്സ് കാണാം. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പിന്നെ ഏതൊക്കെയുള്ളത് വേറെ ഉണ്ട്, അല്ലേ? ലോട്ടറി പോലുള്ള ഇൻകംസിനൊക്കെ നോക്കാം നമുക്ക്, ഏതൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ്, അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ഇൻകം കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ അടുത്തൊരു ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, നമുക്കിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈ ക്വസ്റ്റിൽ എത്രയാണ്, 50,000 ആണ്, അല്ലേ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 50,000 ആണ്. അതിന് സെപ്പറേറ്റ് 20% ടാക്സ് കാണാം. അപ്പോൾ
നോട്ട് ചെയ്തോ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 20% ടാക്സ് ആണ്. അതിൻ്റെ 20% ആണ് ഈ പറഞ്ഞ 10,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 50,000 ആണ് വരുന്നത്, അതിൻ്റെ 20% കേട്ടോ. 50,000-ൻ്റെ 20% പറഞ്ഞാൽ നമുക്കറിയാം 50,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 5,000 ആണ്. അപ്പോൾ 20% പറഞ്ഞാൽ 5,000 + 5,000, അതാണ് ഇവിടെ കിട്ടിയ 10,000. ഓക്കെ, അപ്പോൾ ഇതാണ് ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരിക. ഇനി അതർ ഇൻകത്തിൻ്റെ ടാക്സ്, ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 9,98,000 കാൽക്കുലേറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പെന്നെടുത്ത് വെച്ചോ, പറഞ്ഞുതരാം, ചെയ്തോ കേട്ടോ. ലോങ് ടേം നമുക്ക് ടോട്ടൽ ഇൻകം 9,98,000 ആണ്. ഈ 9,98,000-ൽ എന്തും കൂടി ഉണ്ട്, നമ്മളിപ്പോൾ സെപ്പറേറ്റ് ടാക്സ് കണ്ട ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ഇൻകം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മൈനസ് ചെയ്യുക. 9,98,000 മൈനസ്, ഒന്ന് ചെയ്തേ, 9,98,000 മൈനസ് 50,000. നമ്മൾ സെപ്പറേറ്റ് ടാക്സ് കണ്ട ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കുറക്കുക. അപ്പോൾ എത്ര വരുന്നത്? 9,48,000 ആണ് വരുന്നത്, 48,000. അല്ലേ? അതെ. 9,48,000 അതാണ് ഇവിടെ കിട്ടിയ അതർ ഇൻകംസ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് കേട്ടോ. 9,48,000. ഈ 9,48,000-ന് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണണം. അതാണ് നമ്മൾ സ്ലാബ് റേറ്റ് വെച്ചിട്ട് കാണുക. അപ്പോൾ ചെയ്ത് നോക്കൊന്ന് പറയാം. ആദ്യത്തെ 2,50,000 നില്ല് ചെയ്തോ കേട്ടോ, പറഞ്ഞുതരാം. 2,50,000 നില്ല്, 2,50,000 നില്ല് കഴിഞ്ഞാൽ ഇനി അടുത്ത 2,50,000, നെക്സ്റ്റ് 2,50,000. എത്ര പെർസെൻറ്റേജാ സ്ലാബ് റേറ്റ് വെച്ചിട്ടാണെങ്കിൽ? 5%. യെസ്, അതിൻ്റെ 5/100 ചെയ്യാം. 5/100 ചെയ്യാം. എത്ര വരുന്നത്? 12,500 ആണോ? 12,500 അല്ലേ? അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ 12,500 കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഈ 9,48,000-ൽ 2.5 ലക്ഷം 2.5 ലക്ഷം കഴിഞ്ഞു. അതായത് മീൻസ് 5 ലക്ഷം കഴിഞ്ഞു. ഇനി അവിടെ എത്ര ഉണ്ടാവുക? 9,48,000-ൽ നിന്ന് 2,50,000 കഴിഞ്ഞു, 2,50,000 കഴിഞ്ഞു. ഇനി അവിടെ 4,48,000 ആണ് ഉണ്ടാവുക, അല്ലേ? 4,48,000 അല്ലേ? ആണോ? മനസ്സിലായോ? 9,48,000-ൽ നിന്ന് 5 ലക്ഷം പോയി, അത് മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ടാക്സ് കണ്ട 2,50,000. ഓക്കെ, 4,48,000 അല്ലേ? ഓക്കെ, 4,48,000-ൻ്റെ 30% കാണാം. സോറി, 30 അല്ല, 20% കേട്ടോ. 20% ആണ്, 20 ആണ്. ആദ്യത്തെ 2,50,000 നില്ല്, പിന്നത്തെ 2,50,000 5%, പിന്നത്തെ 5 lakhന് 20% ആണ്. പിന്നത്തെ ആ 10 lakhൻ്റെ എബോവ് വരുന്ന എമൗണ്ടുകൾക്കാണ് 30% വരിക. അപ്പോൾ എത്ര വരിക? 4,48,000-ൻ്റെ 20% 89,600. ഓക്കെ, രണ്ടും പാടെ ആഡ് ചെയ്ത് നോക്ക്. 89,600 പ്ലസ് 12,500 രണ്ടും പാടെ ആഡ് ചെയ്താൽ 1,02,100. യെസ്, അതാണ് ഇവിടെ കൊടുത്ത അതർ ഇൻകംസ്. കണ്ടോ, ഇവിടെ കൊടുത്ത അതർ ഇൻകംസ് 1,02,100. ഈ പറഞ്ഞ എമൗണ്ട് അതാണ്. ഓക്കെ, 1,02,100 എന്ന് പറഞ്ഞ എമൗണ്ട് ഇതാട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ നേരത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിന്ന് കിട്ടിയ ടാക്സ്, അതിൻ്റെ ടാക്സ് 10,000 പ്ലസ് നമ്മൾ അതർ ഇൻകത്തിൻ്റെ ടാക്സ് ആയിട്ടുള്ള 1,02,100 രണ്ടും പാടെ ആഡ് ചെയ്താൽ നമുക്കിവിടെ കിട്ടുക 1,12,100 ആണ്. രണ്ട് എമൗണ്ടും കൂടി കിട്ടുക. രണ്ടും ഇതാണ് നമ്മൾ അടക്കേണ്ട ടാക്സ്. ഓക്കെ, അപ്പോൾ 1,12,100 എന്നുള്ള എമൗണ്ട് കിട്ടും. ഇനി അതിൻ്റെ ഈ 1,12,100-ൻ്റെ 4%, 1,12,100-ൻ്റെ 4%, അത് അതിനോട് കൂടി ആഡ് ചെയ്യാം. 1,12,100-ൻ്റെ 4% എത്രയാ? 4,484 ആണോ? 4,484 അല്ലേ? 1,12,100 ഇൻറ്റു 4/100 എത്ര വരുന്നത്? യെസ്, 4,484 കിട്ടും.
ഓക്കെ, അത് അതിനോട് കൂടി തന്നെ ആഡ് ചെയ്യുക. അതായത് 1,12,100 കൂടി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണത് കേട്ടോ, 4%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ് 4%. അത് അതിനോട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 1,16,584 കിട്ടും. ഓക്കെ, ഇവിടെ 584 വരെ ആയതുകൊണ്ട് 580 റൗണ്ട് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്ത് വെച്ചത്. ദാറ്റ് ഈസ് റുപ്പീസ് 1,16,580 റൗണ്ട് ചെയ്തത്. ഇവിടെ ഇപ്പോൾ നമുക്ക് പകരം ആൻസർ കിട്ടിയത് 1,16,586 ആയിരുന്നെങ്കിൽ 590 റൗണ്ട് ചെയ്യുക. മനസ്സിലായോ? 5 ആണെങ്കിലും 590 റൗണ്ട് ചെയ്യുക. 4, 3, 2 ആണെങ്കിൽ 584, 83, 82 ഒക്കെ ആണെങ്കിൽ നമ്മൾ 80 റൗണ്ട് ചെയ്യും. ഒരു 10ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ലിസ്റ്റിലോട്ട് എന്ത് ചെയ്യും, ആ ഒരു എമൗണ്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ടെടുക്കും. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ മിസ്റ്റർ എ എന്ന് പറഞ്ഞ വ്യക്തി ആ അസസ്മെൻറ്റ് ഇയറിൽ അയാളുടെ ടോട്ടൽ ഇൻകത്തിന് അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് 1,16,580 രൂപയാണ് അയാൾ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട്. ഓക്കെ, മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ടാക്സ് എമൗണ്ട് കൂടി കമ്പ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. ഇനി നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24 ആണ്. താഴെ തന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപയോഗിച്ചിട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ടാക്സ് ലയബിലിറ്റി എന്നല്ല പറഞ്ഞത്, അവിടെ കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലും ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാലും നമ്മളവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എത്രയാണോ ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വരിക ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഇവിടെ നമുക്ക് തന്ന ഡാറ്റാസ് നോക്കാം. ഇൻകം ഫ്രം ബിസിനസ് 2 lakh rupees ആണ്. റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1 lakh rupees. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും 1 lakh rupees. വിന്നിങ് ഫ്രം ലോട്ടറി ഉണ്ട്. നെറ്റ് എമൗണ്ട് ആണത്. നെറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് TDS പിടിച്ച എമൗണ്ട് ആണ്, ടാക്സ് പിടിച്ച എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ഗ്രോസ് എമൗണ്ട് ആക്കി മാറ്റേണ്ടി വരും ഇനി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചെയ്യേണ്ടി വരും എങ്ങനെയാണ്, 56,000 ഇൻറ്റു 100/70 ആണ് അല്ലേ, 100/70. ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്യാൻ 100/90 ആണ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി ഹിസ് മൈനർ സൺ ഈസ് ഡിസേബിൾഡ് വൺ ഹൂസ് എഡ്യൂക്കേഷൻ ഹീ സ്പെൻഡ് ₹25,000. ഈ പറഞ്ഞ മിസ്റ്റർ എയുടെ ഒരു മകൻ എന്താണ്, ഒരു മൈനർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അയാൾ ഡിസേബിൾഡും കൂടിയാണ്. ദെൻ ആ ഡിസേബിൾഡ് ആയിട്ടുള്ള അയാളുടെ മകൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അയാൾ ഒരു 25,000 അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് DD ആണ്, 80D പ്രകാരമുള്ള ഡിഡക്ഷൻസിനുള്ള ഒരു TD പ്രകാരമുള്ള ഡിഡക്ഷൻസിനുള്ള പ്രൊവിഷനാണ്. ഓക്കെ, അതുപോലെ ഹി ഡൊണേറ്റഡ് ₹10,000 ടു കേരള സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ആണ്. ഇത് ഒരു ഡൊണേഷനാണ്. ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ATGയിൽ ഒരു ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്, അതിനുള്ള പ്രൊവിഷനാണ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. ഇതുപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ടോട്ടൽ ഇൻകം കാരണം പിന്നീട് ടാക്സ് ലയബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇൻകം ഫ്രം HP കാണാം. നമുക്കിവിടെ HP ആണുള്ളത്. ഈ HP എടുക്കാനുള്ള കാരണം ഇവിടെ പറഞ്ഞത് കണ്ടോ നിങ്ങൾ, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നല്ല പറഞ്ഞത്, റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ യഥാർത്ഥ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആക്കി മാറ്റണം. അത് നമ്മൾ ആദ്യം അതിൻ്റെ ഇൻകത്തുനിന്ന് നമുക്കവിടെ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മൈനസ് ചെയ്യാം. അപ്പോൾ ആനുവൽ വാല്യൂ ആണ് നമുക്ക് കിട്ടിയ 1,00,000 രൂപ അല്ലേ. ആ ഒരു വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം ആ വാടകക്കാരന് ഇയാൾക്ക് കൊടുത്ത എമൗണ്ട് ഓഫ് റെൻ്റ് ആണ് എന്ത് 1 lakh rupees. ഓക്കെ, നമുക്കറിയാം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് എന്തും പറഞ്ഞിട്ടില്ലെങ്കിലും ആ റെൻ്റ് എമൗണ്ട് ആണ് കിട്ടുന്നത് വെച്ചാൽ നമുക്കതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് കുറക്കാൻ പറ്റും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സമയത്ത് 30% ഈ പറഞ്ഞ ആനുവൽ വാല്യൂവിൻ്റെ 30% നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ പറ്റും. അപ്പോൾ 1,00,000-ൻ്റെ 30% ആണ് 30,000 ആയിട്ട് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 70,000 നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആനുവൽ വാല്യൂ. ദാറ്റ് മീൻസ് ഇൻകം ഫ്രം HP നമുക്ക് കിട്ടും. ഓക്കെ, ഇൻകം ഫ്രം HP ആണ്, ഹൗസ് പ്രോപ്പർട്ടിയാണ് നമുക്ക് 70,000 കിട്ടിയത്.
ഇനി നെക്സ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസ്സിൽ നമുക്ക് നേരിട്ട് ക്വസ്റ്റിൽ പറഞ്ഞതാണ് 2 lakh റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു ഓർഡറിലാണ്. സാലറി ഈ ഒരു പ്രോബ്ലത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആദ്യം HEP എടുത്തു, പിന്നെ ഇൻകം ഫ്രം ബിസിനസ് എടുത്തു 2 lakh റുപ്പീസ്. അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ നമുക്കിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ 1 lakh റുപ്പീസ് നമ്മൾ അതും എടുത്ത് എഴുതി വെച്ചു. ദെൻ പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിലൊരു ഐറ്റം നമുക്കിവിടെ ഉണ്ട്. വിന്നിങ് ഫ്രം ലോട്ടറി ആണ്. ലോട്ടറി കിട്ടിയത് നെറ്റ് എമൗണ്ട് ആണ്. നെറ്റ് എമൗണ്ട് ആണ് കിട്ടുന്നത് വെച്ചാൽ നമ്മളതിനെ ഗ്രോസപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഗ്രോസപ്പ് ചെയ്തതാണ് ഇവിടെ നമുക്ക് 80,000 കിട്ടിയത്. ഗ്രോസപ്പ് ചെയ്യുക എങ്ങനെയാണ്? ഇൻകം ഫ്രം അതർ സോഴ്സിൽ ലോട്ടറി 56,000 ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് നെറ്റ് എമൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദി TDS ആണ്. അപ്പോൾ നമ്മളതിനെ ഫുൾ എമൗണ്ടിലോട്ട് മാറ്റാണ്. യഥാർത്ഥ എമൗണ്ട് നമുക്ക് 80,000 ആണ് കിട്ടിയിട്ടുള്ളത്. 56,000 ഇൻറ്റു 100/70 ചെയ്താൽ മതി. അതിൻ്റെ നമുക്ക് ഗ്രോസ് എമൗണ്ട് നമുക്ക് കിട്ടും 80,000 എന്ന് പറയും. ഓക്കെ, ഗവൺമെൻറ് ഇയാൾക്ക് ടാക്സ് ഈ പറയുന്ന ലോട്ടറി എമൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ബാക്കി എമൗണ്ട് പിടിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വാല്യൂ കാണാൻ അതിനെയാണ് നെറ്റ് എമൗണ്ട് എന്ന് പറയുക. യഥാർത്ഥ വാല്യൂ കാണാൻ അതിനെ ഗ്രോസപ്പ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് തന്ന 4 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണ് ഈ ഒരു പ്രോബ്ലത്തിലുള്ളത്. 70,000, 2 lakh, 1 lakh, 80,000. ഇത് 4 പാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,50,000 എന്ന് പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം ആക്കി മാറ്റുകയാണ്. ടോട്ടൽ ഇൻകം ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് അവിടെ ഡിറക്ഷൻസ് ഉണ്ട്. 80C മുതൽ 80U വരെയുള്ള ഡിറക്ഷൻസ് കുറക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 2 ഡിറക്ഷൻസാണ് മെയിനായിട്ടുള്ളത്. അതിലൊന്ന് DD ആണ്, ഡിസേബിൾഡ് ഡിപ്പെൻഡൻ്റ് ആണ്. ഇയാളുടെ മകന് ഒരു ഡിസേബിൾഡ് ആണ്, മൈനർ ചൈൽഡ് ആയിട്ടുള്ളൊരു ഡിസേബിൾഡ്. അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അയാളുടെ എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കിയാൽ ആ പൈസ നമുക്ക് കുറക്കാൻ പറ്റും 25,000. ഓക്കെ, ദെൻ അവിടെ കുറക്കാൻ പറ്റുന്ന എമൗണ്ട് 75,000. അതിനോട് ചോദിച്ചാൽ ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരാൾ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അസസി അങ്ങനെ ഒരാളുടെ പർപ്പസിന് വേണ്ടി വല്ല പൈസയും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് എമൗണ്ട് 75,000 ആണ്. ഇനി ആ ഡിപ്പെൻഡൻറ്റ് ഒരു സിവിയർ ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അറിയാലോ എമൗണ്ട് 11,25,000 വരെ ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അവിടെ എമൗണ്ട് എത്ര ചിലവാക്കിയെന്നല്ല നോക്കേണ്ടത്. നമുക്കവിടെ ടാക്സിൽ പറയുന്ന പ്രൊവിഷൻ പ്രകാരമുള്ള ആ ഡിഡക്ഷൻസ് കുറക്കാൻ പറ്റും. ഇതിവിടെ ഒരു ഇത് ഈ ഒരു ഡിസേബിൾഡ് മൈനർ ചൈൽഡാട്ടോ, ഇതിൻ്റെ നേരെ വരേണ്ടതാണ്. ചെറിയൊരു എററാണ്. ഓക്കെ, ഇനി 80G പ്രകാരം നമുക്ക് വേറെയും ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും. 80G പ്രകാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇയാൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 10,000 റുപ്പീസ് ഇയാൾ ഡൊണേഷൻ നടത്തിയിട്ടുണ്ട്. അതും കുറക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ 80G പ്രകാരം രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 85,000 ആണ് നമുക്കവിടെ എന്ത് കിട്ടുക? ഈ ഒരു ഡൊണേഷനായിട്ട് ആൾക്ക് കുറക്കാൻ പറ്റുക. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 85,000 കുറച്ച് കഴിഞ്ഞാൽ 4,50,000 നമുക്ക് ഈ പറഞ്ഞ 85,000 കുറച്ചാൽ നമുക്കവിടെ ടോട്ടൽ ഇൻകായിട്ട് നമുക്ക് ലഭിക്കുക 3,65,000 ആണ്. 3,65,000. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ടാക്സ് ലയബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇയാൾ ടാക്സ് അടക്കണോ വേണ്ടയോ? ഇയാൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണോ? രണ്ടാളുള്ളൂ അല്ലേ? ജസ്നി, അശ്വനി പറഞ്ഞേ, ഇയാൾ ടാക്സ് അടക്കണോ? ഹലോ, ഇല്ലേ? പോയോ? എടുക്കണ്ട. എന്താ എടുക്കണ്ടാത്ത റീസൺ എന്താ? എടുക്കണ്ടെന്ന് പറയാൻ കാരണം ലോങ് ടേമും ഇതും കൂടി പോയാല് കുറച്ചാല് 2,50,000 ഇതിന്റെ ഇടയിലല്ലേ? ആണോ? അങ്ങനെയാണോ? എന്നാൽ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോ, ടോട്ടൽ ഇൻകം 2,50,000 മുകളിൽ പോയാലാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക. നോട്ട് ചെയ്ത് വെച്ചോ, ടോട്ടൽ ഇൻകം 2,50,000 മുകളിൽ പോയാലാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക. അതിൽ ലോങ് ടേം ഉണ്ടോ ഷോർട്ട് ടേം ഇല്ല എന്നുള്ളതല്ല. അവിടെ ടോട്ടൽ ഇൻകം 2,50,000 മുകളിൽ പോയാൽ അയാൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ടാക്സ് ഓൺ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് നില്ലാണ്. ഓക്കെ,
സെക്കൻഡ്. ഓക്കെ, നോക്കിക്കോ ഇവിടെ ടാക്സ് ഓൺ ബാലൻസ് എമൗണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് എത്ര വരുന്നത് ഇവിടെ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ക്വസ്റ്റ്യൻ മാറിയിട്ട് മിനിറ്റ്. ഓക്കെ, ഇനി നോക്കി എത്രയാണ് വരിക? ഈ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 3,65,000 നിന്ന് ഇയാൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ചെയ്താൽ എത്ര വരിക എന്ന് ചെയ്ത് നോക്ക്. 3,65,000 ആണ് ഇയാളുടെ ടോട്ടൽ ലിങ്ക് ആയിട്ട് വരുന്നത്. അതിന് ഇയാളുടെ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. മൈനസ് ചെയ്താൽ എത്ര വരുന്നുണ്ടാവുക? എത്ര വരും? 2,65,000. പിന്നെ നമുക്കറിയാം ഇയാൾക്ക് വേറെ ഇൻകം കൂടി ഉണ്ട് അല്ലേ? വേറെ ഏതാ ഇൻകം ഉള്ളത്? ലോട്ടറി അല്ലേ? ലോട്ടറിയും കൂടി ഉണ്ട്. ലോട്ടറി എത്ര വരുന്നത്? ലോട്ടറി എമൗണ്ട് 4,50,000. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, കൂട്ടിക്കോ. ഈ പറഞ്ഞ ടാക്സ് ഓൺ ഇൻകം, ദാറ്റ് മീൻസ് ഇയാളുടെ ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ഇവിടെ വന്നത് 1,00,000 rupees ആണ്. പ്ലസ് 3,65,000 നിന്ന് 1,00,000 മൈനസ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ചെയ്താൽ എത്ര വരുന്നത്? അങ്ങനെ ചെയ്തേ, ഞാൻ കാൽക്കുലേറ്റർ എടുക്കണോ? 3,65,000 1,65,000 അല്ല 2,65,000. യെസ്, 2,65,000 മൈനസ് 80,000. 1,85,000. ഓക്കെ, 1,85,000. ഓക്കെ, 1,85,000 ടാക്സ് ഉണ്ടോ? ഇല്ല. 1,85,000 ടാക്സ് ഇല്ല. ഓക്കെ, അപ്പോൾ നില്ലായിട്ടാണ് വരിക. 1,85,000 ടാക്സ് ഇല്ല, നില്ലാണ്. ഇനി നമുക്ക് അവിടെ ഇനി വേറെ എന്താ ഉള്ളത്? വേറെ ഏതൊക്കെയുള്ളത് നമുക്ക് ടാക്സ് കൊടുക്കാൻ? ലോങ് ടേമിന് കൊടുക്കേണ്ടി വരില്ലേ? ലോങ് ടേമിന് കൊടുക്കേണ്ടി വരും. ലോങ് ടേമിന് എത്ര ടാക്സ് വരിക? 20%. ഓക്കെ, ഇനി പറഞ്ഞുതരാം. 1,85,000 പ്ലസ് 2,50,000 വരെ വരാൻ എത്ര വരണം? ഡിഫറൻസ് ചെയ്ത് വെച്ചോ, പറഞ്ഞുതരാം. നമുക്ക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ് വരുന്നത്? എക്സംഷൻ ലിമിറ്റ് 2,50,000. ഓക്കെ, നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും അതുപോലെ ഈ പറഞ്ഞ ലോട്ടറി ഇൻകവും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ എമൗണ്ട് എത്രയാണ്? 1,85,000. 1,85,000. ആ 1,85,000 നിന്ന് 2,50,000, അതായത് നമ്മുടെ എക്സംഷൻ ലിമിറ്റ് എത്താൻ ഇനി എത്ര എമൗണ്ട് ഉണ്ട് ഡിഫറൻസ്? അതായത് നമ്മളുടെ എക്സംഷൻ ലിമിറ്റ് 2,50,000 വരെ ഇല്ല എന്നാ പറഞ്ഞത് അല്ലേ? അതിക്ക് എത്തിച്ചേരാൻ ഇനി എത്ര ഉണ്ട്? എത്ര വേണ്ടി വരും? എത്ര ഇൻകം വേണ്ടി വരും? 65,000. അപ്പോൾ 1,85,000 പ്ലസ് 65,000 രണ്ടും പാട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു എക്സംഷൻ ലിമിറ്റിലോട്ട്, അത്രയും എക്സംഷൻ ലിമിറ്റഡാണ് അല്ലേ? ഇനി നമുക്ക് അവിടെ അപ്പോൾ ഒരു നോട്ട് ചെയ്ത് വെച്ചോ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ 1,65,000 1,00,000 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്. അതിൽ 65,000 ഈ 1,85,000 കൂടി നമുക്ക് ആഡ് ചെയ്താൽ ആണ് 2,50,000 വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ ഇതിനർത്ഥം 1,00,000 rupees ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അതിൽ 65,000 നമ്മൾ ടാക്സ് കൊടുക്കണ്ട. കാരണം എക്സംഷൻ ലിമിറ്റ് നമുക്ക് എത്താൻ അത്രയും എമൗണ്ട് നമുക്കവിടെ
എക്സംഷൻ ലിമിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നോട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ നോക്കിക്കോ. ടാക്സ് ഓൺ ഇൻകം, ഈ ടാക്സ് ഓൺ ഇൻകം എന്ന് പറഞ്ഞിട്ട് 1,85,000 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 1,85,000 എങ്ങനെ കിട്ടിയാൽ മനസ്സിലായിട്ടുണ്ടാവും. 1,85,000 എന്ന് പറഞ്ഞാൽ 3,65,000 മൈനസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ലോട്ടറി ഇൻകം, രണ്ടും പാടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 1,85,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് കിട്ടുക. ഓക്കെ, ദെൻ ഇനി ഈ 1,85,000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എക്സംഷൻ ലിമിറ്റിൽ വരുന്നതാണ്. 2,50,000 വരെ നമുക്ക് എക്സംഷൻ ഉണ്ട്. ഇനി 2,50,000 എത്താൻ നമുക്ക് 65,000 കൂടി വേണ്ടി വരും അല്ലെ, 65,000 കൂടി വേണ്ടി വരും. അത് നമുക്ക് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് എക്സംഷൻ ആയിട്ട് എടുക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ എത്രയാണ്? 1,00,000 രൂപയല്ലേ നമുക്ക് ടാക്സ് കൊടുക്കാനുള്ളത് അല്ലേ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഇൻകം എത്ര? 1,00,000 റുപ്പീസാണ്. ഈ 1,00,000 എന്ത് ചെയ്യാം? 65 നമുക്ക് എക്സംഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ 65,000 എക്സംഷൻ ലിമിറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ബാലൻസ് എത്ര ഉണ്ടാവും? 35,000 ഉണ്ടാവും. അത് നമ്മൾ 20% ടാക്സ് കാണാം. ദാറ്റ് മീൻസ് 35,000 ഇൻറ്റു 20/100 ചെയ്താൽ നമുക്ക് അവിടെ 7,000 ആണ് അവിടെ ടാക്സ് എമൗണ്ട് വരിക. ഇനി നമുക്ക് ലോട്ടറി ഇൻകത്തിന് നമുക്കറിയാം 30% ടാക്സ് കൊടുക്കേണ്ടി വരിക. 30% പറഞ്ഞാൽ നമ്മളുടെ എമൗണ്ട് ഇവിടെ എത്രയാണ്? 80,000 ആണ്. 80,000ൻ്റെ 30% കണ്ടാൽ നമുക്കവിടെ 24,000 ആണ് നമ്മളവിടെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരിക. 7,000 പ്ലസ് 24,000 രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 31,000 ആണ് അവിടെ ടാക്സ് എമൗണ്ട് ആയിട്ട് വരിക. അതിൻ്റെ കൂടെ 4% സെസ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 31,000ൻ്റെ 4% കാണാം. അതിനോട് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ 1,240 കിട്ടും. ഇനി 31,000 പ്ലസ് 1,240 രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് എമൗണ്ട് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട ഗ്രോസ് എമൗണ്ട് 32,240 ആണ് നമുക്ക് കിട്ടുക. ഡൗട്ട് ഉണ്ടോ? പറയണോ? വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ഹലോ, മനസ്സിലായോ? ഇവിടുത്തെ ഈ കാൽക്കുലേഷൻ മനസ്സിലായോ? ടാക്സ് ഓൺ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലവിൽ 65 എന്താ അടുത്ത മനസ്സിലായോ? അതിൽ ഡൗട്ട് ഉണ്ടോ? അതിൽ ഡൗട്ട് ഉണ്ടാവുള്ളൂ ചോദിക്കാൻ അല്ലേ? ഉണ്ടോ? പറയണോ? ഒന്നുകൂടി പറയാം. നമുക്ക് 2,50,000 വരെ നില്ലാണ് അല്ലേ ടാക്സ്. നമുക്ക് 2,50,000 വരെ നില്ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2,50,000 വരെ നില്ലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ടോട്ടൽ ഇൻകത്തിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ടാക്സ് സെപ്പറേറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് എഴുതി വെച്ചാൽ പറഞ്ഞുതരാം. ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു എഴുതിയിട്ട് എഴുതി വെച്ചാൽ എത്ര ടോട്ടൽ ഇൻകം കിട്ടിയത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ? 3,65,000. പെൻ എടുത്തോ, എഴുതിക്കോ ടോട്ടൽ ഇൻകം എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ എമൗണ്ട് എഴുതി വെച്ചോ. 3,65,000 ആണ്. എഴുതിയോ? 3,65,000. ഓക്കെ, എഴുതിയോ? ഓക്കെ ആണെങ്കിൽ പറയൂ. ഓക്കെ. ഇനി താഴെ അതിൻ്റെ താഴെ എഴുതി വെച്ചോ ടാക്സ്. ഇനി ടാക്സ് ഓൺ അതർ ഇൻകംസ് എന്ന് കൊടുക്കുക. ടാക്സ് ഓൺ അതർ ഇൻകംസ് ബ്രാക്കറ്റിൽ ചെയ്ത് വെച്ചോ 3,65,000 മൈനസ് 1,00,000 അതായത് ഈ 1,00,000 പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ലോട്ടറി ഇൻകം 80,000 മൈനസ് 80,000 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ എത്ര എമൗണ്ട് കിട്ടുന്നത്? രണ്ടും പാടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3,65,000 ഈ പറയുന്ന 1,80,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണ്? 1,85,000. ഓക്കെ, 1,85,000. അതാണ് അതർ ഇൻകംസ്. അതായത് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് അടക്കേണ്ട ഇൻകം എന്ന് പറഞ്ഞാൽ 1,85,000 ആണ്. 1,85,000 ആണ് സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്ലാബ് റേറ്റ് വെച്ചിട്ട് എത്ര വരെ എക്സംഷൻ ഉണ്ട്? നമുക്ക് എത്ര ഇൻകം വരെ നമുക്ക് എക്സംഷൻ കിട്ടും? 2,50,000 വരെ എക്സംഷൻ കിട്ടും. ഇനി നമുക്ക് അവിടെ എക്സംഷൻ, അപ്പോൾ എക്സംഷൻ ലിമിറ്റിലോട്ട് എത്തിയോ നമ്മളുടെ ഈ ഒരു അതർ ഇൻകംസ്? എത്തിയോ? ഇല്ല. അപ്പോൾ അതിലോട്ട് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലെ ഇൻകത്തിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് എക്സംഷൻ ലിമിറ്റിലോട്ട് എടുക്കാം. മനസ്സിലായോ? അതായത് 1,85,000 എന്നുള്ള ആ ഇൻകത്തിനോട് കൂടി നമുക്ക്
ഇനി അതർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഒരു 65,000 കൂടിയും ആഡ് ചെയ്യാം. 65,000 കൂടിയും എടുത്താലും എക്സംഷൻ ലിമിറ്റിൽ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ 1,85,000 പ്ലസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ 65,000 എടുത്തു. അപ്പോൾ നമുക്ക് 2,50,000 വരെ അതും എക്സംഷൻ ലിമിറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. അതിനർത്ഥം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് 65,000 രൂപക്ക് നമുക്ക് ടാക്സ് കൊടുക്കണ്ട. 1 ലക്ഷമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്. അതിൽ 65,000 ടാക്സ് കൊടുക്കണ്ട. കാരണം ആ 65,000 എക്സംഷൻ ലിമിറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം അതർ ഇൻകംസ് 2,50,000 മുകളിൽ പോകുന്നില്ല. അപ്പോൾ എക്സംഷൻ ലിമിറ്റിൽ ഇനിയും അവിടെ എമൗണ്ട് ബാലൻസ് ഉള്ളതുകൊണ്ട് ആ എക്സംഷൻ ലിമിറ്റിലോട്ട് നമുക്ക് ഈ പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ കുറച്ച് എമൗണ്ടിന് എടുക്കാം. അതെടുത്തതാണ് 65,000. മനസ്സിലായോ? അപ്പോൾ എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞാൽ ഇനി ബാലൻസ് എത്ര ഉണ്ടാവുള്ളൂ? ഇനി എത്ര ഉണ്ടാവും? 35,000 ഉണ്ടാവും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അല്ലേ? 1 ലക്ഷത്തിൽ 65,000 എക്സംഷൻ ലിമിറ്റിൽ പോയി. ഇനി അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനിയോ അവിടെ 35 അവിടെ റിമൈനിങ് ഉണ്ട്. അതിന് 20% ടാക്സ് കൊടുക്കണം. അതാണ് 7,000. മനസ്സിലായോ? ഇനി പറയണോ? ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 7,000 പ്ലസ്. അശ്വനിക്ക് ഓക്കെ ആണോ? അശ്വനി അല്ല 65,000 ആഡ് ചെയ്തിട്ട് പിന്നെന്താ ചെയ്തേ? 65,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര വരുന്നത്? രണ്ടും പാടെ ആഡ് ചെയ്യുമ്പോൾ 2,15,000 ആവും. അത് ഏത് ലിമിറ്റിലാ? ഏത് ലിമിറ്റിലാണോ? നമുക്ക് ടാക്സ് കൊടുക്കണോ 2,50,000ക്ക്? വേണ്ട. ഇല്ല, നമുക്ക് നോർമൽ, അതായത് നോട്ട് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടി പറയാം. സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് എക്സംഷൻ ലിമിറ്റ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2,50,000 വരെയാണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് അതർ ഇൻകംസ് വരുന്നത് 1,85,000 ആണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനിയും 65,000 നമുക്ക് അവിടെ എക്സംഷനുള്ള പ്രൊവിഷൻ ഉണ്ട്. 65,000 രൂപ വരെയുള്ള ഇൻകം നമുക്ക് ഇനിയും എക്സംഷൻ ലിമിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഒന്നുകൂടി പറയാം, നമുക്ക് 2,50,000 വരെ നമുക്ക് എക്സംഷൻ ആണ്. നമ്മൾ അതർ ഇൻകംസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 1,80,000 വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ 2,80,000 എത്തിച്ചേരാൻ അവിടെ 65,000 രൂപ ഇനി നമുക്ക് എക്സംഷൻ കിട്ടുന്ന ഏരിയ ആണ്. മനസ്സിലായോ? ആ എക്സംഷൻ നമ്മൾ എവിടെ നിന്ന് എടുക്കും? ടോട്ടൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ എന്ത് ചെയ്യും? അവെയിൽ ചെയ്യും. അതായത് 65,000 രൂപ ഇനി നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. ആ എക്സംഷൻ നമ്മൾ എന്ത് ചെയ്തു? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് എടുക്കുകയാണ്. 1 ലക്ഷത്തിൽ നിന്ന് എടുക്കും. ബാലൻസ് 35,000 ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 7,000 ലോങ് ടേം ഈ പറഞ്ഞ ബാലൻസ് എമൗണ്ട് ടാക്സ് കൊടുക്കണം. നമ്മൾ കംപ്ലീറ്റ് നമുക്ക് എക്സംഷൻ കിട്ടില്ല. കാരണം 1,80,000 കൂടി 1 ലക്ഷം ആഡ് ചെയ്താൽ 2,85,000 ആയിട്ട് മാറും. ബാക്കി 35,000 ഉണ്ട് അവിടെ. ആ 35,000 നമ്മൾ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഇൻകം ആയതുകൊണ്ട് നമ്മൾ അതിന് 20% ടാക്സ് കൊടുക്കുക. അതാണ് 7,000. ഓക്കെ, പിന്നെ ലോട്ടറിക്ക് നമ്മൾ 24,000 ടാക്സ് എന്തായാലും കൊടുക്കേണ്ടി വരും. കാരണം എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ എമൗണ്ടും വേണ്ടി ആ 24,000 ടാക്സ് കൊടുക്കണം. ദാറ്റ് മീൻസ് 80,000-ൻ്റെ 30%. ഓക്കെ, അപ്പോൾ ഈ 7,000 പ്ലസ് 24,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 31,000 കിട്ടും. ദെൻ അതിനോട് കൂടി ആ 31,000-ൻ്റെ 4% ആഡ് ചെയ്താൽ 1,240 കിട്ടും. ഈ 31,000 പ്ലസ് 1,240 രണ്ടും പാടെ ആഡ് ചെയ്താൽ 32,240 കിട്ടുക. അതായത് 32,240 രൂപയാണ് ടാക്സ് കൊടുക്കേണ്ടത്. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 32,240 ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷേ ഈ ലോട്ടറി ഇൻകം നമുക്ക് കിട്ടിയപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ക്വസ്റ്റ്യനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിന്നിങ് ഫ്രം ലോട്ടറി ഈ ഇൻകം കിട്ടിയപ്പോൾ തന്നെ അയാൾക്ക് കിട്ടിയത് എത്രയാണ്? 56,000 ആണ്. 56,000 എന്ന് പറഞ്ഞാൽ അയാൾ ടാക്സ് കൊടുത്തിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് 56,000. അപ്പോൾ ഓൾറെഡി TDS അവിടെ പിടിച്ചിട്ടുണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ആ ഇൻകം കിട്ടിയ സോഴ്സിൽ തന്നെ ടാക്സ് പിടിച്ചിട്ടാണ് അയാൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഓൾറെഡി അയാൾ ടാക്സ് അടച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ യഥാർത്ഥ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഗ്രോസ് അപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 80,000 ആയിട്ട് മാറി. ഈ 56,000 80,000 ആയിട്ട് മാറിയത്. ആ 80,000 അയാൾ അടച്ച ടാക്സും കൂടി ഉണ്ട്. ദെൻ ആ ടാക്സ് ആണ് ഇവിടെ നമ്മൾ കണ്ടെത്തി വെച്ച ലോട്ടറിയുടെ 24,000. ഇത് ഓൾറെഡി അയാൾ അടച്ചതാണ്. ആ 24,000 ഏതിലുണ്ട്? ഈ ഗ്രോസ് ടാക്സ് ആയിട്ടുള്ള 32,240 അത് ഓൾറെഡി അടച്ചതാണ്. അതുകൊണ്ട് ഇനി വീണ്ടും ടാക്സ് അടക്കണ്ട. അതാണ് ഇവിടെ TDS നമ്മൾ ലെസ് ചെയ്യുന്നത്. കണ്ടോ? ലെസ് TDS ഓൺ ലോട്ടറി 24,000 അയാൾക്ക് ഇനി അത് കൊടുക്കണ്ട. കാരണം അയാൾ ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ട്.
നമ്മളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ ടോട്ടൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു ഗ്രോസ് അപ്പ് ചെയ്തതാണ്. ആ ടാക്സ് ഇനിയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ TDS അയാൾക്ക് കുറക്കാം. ഓക്കെ, TDS ഓൾറെഡി അടച്ച ടാക്സ് അയാൾക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അയാൾ അടയ്ക്കേണ്ടത് എത്രയേ ഉള്ളൂ? 8240 രൂപയാണ് ഇനി അയാൾ ടാക്സ് അടയ്ക്കേണ്ടി വരികയുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്.